ഹലോ യൂട്യൂബ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ വർക്കലയാണ്. വർക്കലയിലെ കാപ്പിൽ ബീച്ച് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഞങ്ങൾ വന്നത്. ഇവിടെ അത്യാവശ്യം നമുക്ക് ബൈക്കൊക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നൊരു ബീച്ചാണ്. ഇപ്പം എൻ്റെ കൂടെ ഇന്ന് അഭിരാമുണ്ട്, അബ്രുണ്ട്. ഇവരൊക്കെ എൻ്റെ ബ്ലോഗിൽ ആദ്യമായിട്ടായിരിക്കും, എൻ്റെ ഫ്രണ്ട്സാണ്. ഇതാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. വണ്ടിയൊക്കെ ഇവിടെ ഇറക്കി, വണ്ടി ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് കാണാമോ? വണ്ടി ഇറക്കി. ഞാൻ ഒന്നും പറയണ്ട, വണ്ടി ഞാൻ എൻ്റെ ഇടയിൽ ഒന്ന് പെട്ടൊക്കെ പോയായിരുന്നു. അതിൻ്റെ വീഡിയോ എൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ ഞാനത് ബാക്കി ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഗൈസ്, ഞാൻ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളത് ആദ്യം തൊട്ട് കണ്ടിട്ട് ഒരു അവന്മാർ അങ്ങോട്ട് പോയി, അങ്ങോട്ടാന്ന് തോന്നുന്നു. ഓ നല്ല സൗണ്ട് ഉണ്ടല്ലോ. എക്സോസ്റ്റ് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സീനില്ല ഇതൊന്നും. നമ്മളൊന്നും വണ്ടിയിൽ വേറെ ഒന്നും വെച്ചിട്ട് പോലും ഇല്ല. പേടിയാ, ഇനി പോലീസ് പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ കണക്കുണ്ട്. ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ ബീച്ചിലാണ്ട് എത്തി. ഇവിടെ എത്തിയത് ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ, സോറി. ഇങ്ങോട്ട് വരുന്ന വഴി ഫുള്ള് നാട്ടുകാർ മൊത്തം എന്നെ നോക്കുമായിരുന്നു. ഞാൻ തുഴങ്ങിയൊക്കെയാണ് കുറച്ച് ഭാഗം ഇങ്ങനെ കടന്ന് ഇവിടെ വരെ എത്തണം. പക്ഷേ ആ കുറച്ച് മണലുള്ള ആ ഭാഗം കടന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കിടിലം വ്യൂ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് കിടിലം വ്യൂ എന്നല്ല, ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഈ തിരമാല ഇങ്ങനെ അടിച്ചു കയറുന്ന ഇതിലൂടെ ഈ ഒരു ബീച്ചിൻ്റെ ഈ വക്കിലൂടെ ഇങ്ങനെ ഓടിച്ചു പോകുന്ന എൻ്റെ മോനെ വണ്ടിയും കൊണ്ട് ആഹാ കിടിലം ഫീല്, കിടിലം വൈബ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വൈബാണ്. വെള്ളമൊക്കെ അടിച്ചു കയറുന്നുണ്ട്. ഇതിപ്പോൾ ക്യാമറ മൊത്തം വെള്ളമായി കാണും. എനിക്കറിയാൻ പാടില്ല നിങ്ങൾ വിഷ്വൽസ് കാണുന്നുണ്ടോയെന്ന്. എന്തായാലും നോക്കട്ടെ, ഞാൻ ക്യാമറ അവിടെ ചെന്ന് നിർത്തിയിട്ട് തുടച്ചിട്ട് ഒന്നുകൂടെ എടുക്കാം. ഗൈസ്, എന്തായാലും പൊളിയാണ് കേട്ടോ. കിടിലം വൈബ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വൈബ്. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് വർക്കല കാപ്പിൽ ബീച്ചിലാണ്. വർക്കലയ്ക്ക് അടുത്ത് തന്നെയായിട്ട് നമ്മുടെ ട്രിവാൻഡ്രം കാപ്പിൽ ബീച്ച് എന്ന് പറഞ്ഞ ബീച്ചുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കണ്ണൂർ മാത്രമല്ല ഡ്രൈവിംഗ് ബീച്ച് എന്ന് വിചാരിച്ചാൽ പലരും ഇരിക്കുന്നത് കണ്ണൂർ അവിടെയൊക്കെ ആയിട്ട്. നമ്മുടെ അടുത്ത് ഈ ഒരു പത്തനംതിട്ട, കൊല്ലം, ഈ ട്രിവാൻഡ്രം ഏരിയയുള്ളവർക്കൊക്കെ ഒരു നമുക്കിവിടെ വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും ബീച്ചിൽ കൂടെ. അതിനുള്ളൊരു പരിപാടി കിട്ടാത്തതുകൊണ്ട് എല്ലാവരും കണ്ണൂരും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇത് അത്രയ്ക്ക് കണ്ണൂരിൻ്റെ അത്രയും കിടിലാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഇവിടെ കണ്ടോ, ഞാനിപ്പോൾ എൻ്റെ എക്സ്പേർട്സും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കയറി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ നോക്കിയപ്പോൾ അവിടെ ഉള്ളവരെല്ലാം നോക്കുന്നത് ഇവൻ പെട്ട്, ഇവൻ ഈ മണലിൽ പെട്ട്, ഇവൻ ഇനി ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള രീതിയിൽ എല്ലാവരും എന്നെ നോക്കിയത്. പക്ഷെ ഞാൻ എന്തോ ഒരു വിധത്തിൽ തുടങ്ങിയതൊക്കെ അത്യാവശ്യം ആ ഒരു കുറച്ച് ഭാഗത്ത് മണലോ കേട്ടോ. അവിടുന്ന് നമ്മൾ കയറി ഈ ഒരു തിര അടിക്കുന്ന ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, കുഴപ്പമില്ല. ഇപ്പം വണ്ടി നൈസായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അവിടെ നിന്ന് ഇവിടെ ഒരു ഓടിച്ച് വന്നതാണ്. ഇവിടെ 2 ഫ്രണ്ട്സും ഉണ്ട്. അവന്മാർ അവിടെയാണ്. നമുക്ക് അവന്മാർ അടുത്തോട്ട് വണ്ടി ഓടിച്ച് ചെല്ലാവേ. ബാക്കി ഇവിടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് കുറച്ച് വീഡിയോസും ഇവിടുത്തെ കുറച്ച് വ്യൂ ഒക്കെ കാണിച്ചു തരാവേ. നല്ലപോലെ കാണുന്നുണ്ട്. അയ്യോ, ഞാൻ പറ്റു. എൻ്റെ 2 കൂട്ടുകാരുണ്ട്, അമ്മേനെ കൂടെ വിളിക്കും. സ്റ്റാൻഡിൻ്റെ ഒന്നും ആവശ്യമില്ല. അയ്യോ, എൻ്റെ പൊന്നു കായ്സേ, എങ്ങനെയൊക്കെ വണ്ടി പൊക്കി എടുത്തു കേട്ടോ, രക്ഷപ്പെട്ടു. അയ്യോ, ആ ചേട്ടനില്ലായിരുന്നു ഞാൻ ചത്തേനെ. ഭാഗ്യത്തിന് ആ ചേട്ടൻ വന്നോണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ കാര്യം തീർന്നു. എൻ്റെ ഫ്രണ്ട്സ് അവന്മാർ അങ്ങ് നിൽക്കുമോ, ഞാനിങ്ങ് ഓടിച്ചിങ്ങ് വന്നോണ്ട് അവന്മാർ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇന്നത്തെ ദിവസം കഴിയും. അതുകൊണ്ട് എങ്ങനെയൊക്കെയോ കമത്തി മറിച്ചിട്ടൊക്കെ പൊക്കിയെടുത്ത് ഗൈസ്. അയ്യോ ഗൈസ്, ഇതുപോലെ ബീച്ചിലൊക്കെ വരുമ്പം ഇങ്ങനെ തിരയൊക്കെ വരുന്നതിൻ്റെ അവിടെ കൊണ്ട് വണ്ടി വെച്ചിട്ട് ഇങ്ങനെ ബോധമില്ലാതെ എന്നെ പോലെ നിന്ന് കഴിഞ്ഞാൽ ഉള്ള വണ്ടിയൊക്കെ കുഴിഞ്ഞ് അതിൻ്റെ അടിയിലോട്ടങ്ങ് കയറിപ്പോകും. അതങ്ങ് വെള്ളം ഇങ്ങനെ തിരയടിച്ചടിച്ചടിച്ചടിച്ച് മണ്ണിങ്ങനെ കൊട്ടി അങ്ങ് ടയറിൻ്റെ ആ ഒരു വീലിൻ്റെ ഭാഗം മൊത്തം അങ്ങ് താഴെ അങ്ങായിപ്പോയി. അതാണ് എടുക്കാൻ പറ്റുക. അതിൻ്റെ കൂടെ ഞാനങ്ങ് റേസും ചെയ്തത് അറിയാതെ മൊത്തം കുഴിഞ്ഞങ്ങ് ഉള്ളിലോട്ട് പോയി. സബാഷ്, നൈസ്. എന്തായാലും കുഴപ്പമില്ല, ഇതൊക്കെ ഒരു ഫണ്ണായിട്ടൊരു രസമായിട്ടൊക്കെ വിചാരിക്കുന്നു. ഞാൻ പെട്ട്
അവിടെ ഞാൻ അവിടെ പോയിട്ട് വ്ലോഗ് ചെയ്യുമായിരുന്നോ, ഞാൻ വെള്ളത്തിൽ ഞാൻ ഇവരുടെ കഥ പറയട്ടെ, അപ്പോഴേക്കും നിങ്ങൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് വരും. My heart is marching. See through the heart that bears it all. Take it apart, throw it away, put it back together again. എവിടെ വന്നത്? പത്തനംതിട്ടുള്ളൂ, നമ്മൾ വർക്കല സ്റ്റേ ആയിരുന്നു. എവിടെ ഏതൊക്കെ ആയിരുന്നത്? ഇങ്ങോട്ട് കയറിയല്ലോ. ഇതുവഴി എൻ്റെ സെക്കൻഡ് കൊണ്ട് കേട്ടോ. റിസ്ട്രിക്റ്റഡ് ആണെന്ന് അറിയത്തില്ല. ഒരു അവിടെ ചെറിയൊരു ബോർഡ് ഉണ്ടായിരുന്ന കുളിക്കാൻ ഇറങ്ങരുത് എന്ന് പറയണ്ടേക്കാം. വണ്ടി ഇവിടെ ഇറങ്ങിക്കൂടായിരുന്നു. ഇത് വണ്ടി കാണിക്കാൻ എന്തെങ്കിലും അഡ്വാൻസ് കാണിക്കുന്ന സ്ഥലമല്ല ഇത്. അഡ്വാൻസ് കാണിക്കുന്നത് നിങ്ങൾ വീടിന് പരിസരമുണ്ടല്ല, അവിടെ കാണിച്ചാൽ ഏറ്റവും നല്ല ബെസ്റ്റ് അതായിരിക്കും. എന്തിനെങ്കിലും അപ്പോഴേ ആൾക്കാർ ആശുപത്രി കൊണ്ടുപോകാൻ അവർ ഓടി എത്തും. ഇവിടെ ആദ്യം എത്തുന്നത് പോലീസായിരിക്കും എത്തുന്നത്. ഗൈസ് ബാക്കിൽ നിൽക്കുന്നുണ്ട്. ഇവന്മാരാണ് എൻ്റെ കൂട്ടുകാർ. ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നൊക്കെ രണ്ടാമന്മാർ. അവർക്ക് എന്നെ അറിയത്ത പോലെ ഇല്ല. ഗൈസ് എന്തുമായാലും പുള്ളി എന്തൊക്കെയോ പറഞ്ഞു. എൻ്റെ വ്ളോഗിലെല്ലാം ഇങ്ങനെയാണല്ലോ ദൈവമേ. ഞാൻ എവിടെ പോയാലും എങ്ങനെയാണോ ഇവരൊക്കെ എന്നെ തേടി വരുന്നത്. അടിപൊളി. അവിടെ ഉള്ള കുറച്ച് പേരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞോണ്ട് വണ്ടി ഇറക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അത് ഈ പറയുന്ന ഇവർ പറഞ്ഞ ബോർഡ് എന്ത് കുളിക്കാൻ ഇറങ്ങില്ലെന്നുള്ള ബോർഡ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ വണ്ടി ഇറക്കരുത്, വണ്ടി ഓടിക്കരുത് എന്നുള്ള ബോർഡും കാര്യങ്ങളൊന്നും അവിടെ ഒന്നും ഇല്ലായിരുന്നു ഗൈസ്. എന്തായാലും ഇതൊരു ഫണ്ണായിട്ട് എടുക്കാം എന്തായാലേ ഗൈസ്. എന്തായാലും ഇത്രയൊക്കെ ഉള്ളു ഈ വ്ളോഗ് കേട്ടോ. ഞാൻ പോട്ടെ. നാട്ടുകാരല്ലേ എന്നെ നോക്കുന്നത്. വണ്ടി കയറുന്നില്ല. ഇതുവഴിയാണോ ഞാൻ ഇറക്കിയത്? അതുവഴിയാന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ. എന്തായാലും ഞാൻ എങ്ങനെയും ഇവിടുന്ന് ഇതുകൊണ്ട് സ്ഥലം വിടട്ടെ ഗൈസ്. ഓക്കെ ബൈ ഗൈസ്. അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ ബൈ. പാടില്ലായിരുന്നല്ലേ ബീച്ചിൽ? എന്നെ പോലീസ് പിടിച്ചു. ഞാൻ ബീച്ചിൽ ഇറക്കി. ഇത് ഞാൻ ഒരു വട്ടം എന്തി അങ്ങ് പോയി, പിന്നെ കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് ഇറങ്ങി. എന്നിട്ട് ഞാൻ അവിടെ തിരിച്ചിങ്ങോട്ട് വരുന്നത് പോലീസ് പിടിച്ചിട്ട് സീൻ വെച്ചിട്ട് ഇറക്കി. ഇവിടെ ഇറക്കാൻ പാടില്ല, അങ്ങനെ നിന്റെ അഡ്വഞ്ചർ കാണിക്കേണ്ട ഇവിടെ എല്ലാം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഭയങ്കര കലിപ്പ്. എന്നിട്ട് സ്റ്റേഷനോട് പാടാം, മര്യാദ പാടാം. ഞാൻ പറഞ്ഞു സാറിന് തുറന്ന് കാലൊക്കെ പിടിച്ച് അവസാനം പറഞ്ഞാൽ മര്യാദ പെട്ടെന്ന് പോക്കാൻ ഇവിടെ കണ്ടേക്കില്ല. അവർ തിരിച്ചു വരുമ്പോഴത്തേക്ക് നടന്നു. ഞാൻ പിന്നെ പേര് തിരിഞ്ഞു പോകും. ഇല്ലായിരുന്നില്ല. അല്ലല്ല, 2 കൂട്ടുകാരുണ്ട്. വരാറില്ലല്ലോ. എന്റെ ഗതികേട് കറക്റ്റ് ഇന്ന് തന്നെ വന്ന് പിടിച്ച് വരുന്നത് എന്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും കണ്ടില്ല. ഞാൻ ഇവിടെ എല്ലാം നോക്കിയോ. ചോദിച്ചപ്പോൾ ആൾക്കാരും പറഞ്ഞു കുഴപ്പമില്ല ഇറക്കിപ്പോന്ന് പറഞ്ഞു. ഏതാണ് ഈ വേട്ടാവളി? എല്ലാവരുടെയും മക്കളെ ഇത് കാണുന്ന ഭാഗ്യ 2 അല്ല, ഭാഗ്യ 3. എടുക്കട്ടെ. ആദ്യം ഇൻട്രോ എന്താ? ഇൻട്രോയാ വേണോ? ഇൻട്രോ എടുക്കാൻ പോണേ. എന്തായാലും നോക്കോ.